ഭൂമിക്ക് നേരെ ഒരു അന്യഗ്രഹ പേടകം വരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് നാസയുടെ എന്തെങ്കിലും പുതിയ വിവരങ്ങളും മറ്റോ ഉണ്ടോ സർ? അത് ഈ പേടകം ചൊവ്വയുമായി ഏറ്റവും അടുത്ത് വന്നത് ഒക്ടോബർ 3-ാം തീയതിയാണ്. അപ്പോൾ ഒരു അമേരിക്കയുടെ റോവർ മാർസിലുണ്ട്, ചൊവ്വയിലുണ്ട്. അത് അതിൻ്റെ ചിത്രങ്ങളെടുത്ത് ഭൂമിയിലേക്ക് അയക്കും എന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ചു കാലമായിട്ട് നമ്മൾ ഈ ജൂലൈ 1-ാം തീയതിയാണ് ആദ്യമായി ഹബിൾ ടെലസ്കോപ്പും മറ്റും ഇങ്ങനൊരു വസ്തു, ഒരു ഇൻ്റർസ്റ്റെല്ലർ, അത് കോമറ്റാണോ ഇല്ലയോ എന്നറിയത്തില്ല, ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. ഭീമാകാരമായ വലിപ്പം ഉള്ളതാണ്. അതിന് 46 സ്ക്വയർ ഡയമീറ്റർ വലിപ്പം, സ്ക്വയർ കിലോമീറ്റർ ഡയമീറ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കൂറ്റൻ സാധനം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പല സിദ്ധാന്തങ്ങളും വന്നു, ഒരു കോമറ്റാണോ വാൽനക്ഷത്രമാണോ എന്നുള്ള സംശയം ഉണ്ടായി. വാൽനക്ഷത്രമാണെങ്കിൽ അതിന് വാൽനക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ വാലെന്ന് പറയുന്ന വാതകങ്ങളാണ്. ഈ വാല് പോലെ നീണ്ടിരിക്കും. ഇതിനങ്ങനെ ഒരു സാധനമില്ല. അതുകൊണ്ട് ചില സംശയങ്ങളൊക്കെ വന്നു. ഈ ഹബിൾ ടെലസ്കോപ്പൊക്കെ എടുത്ത ചിത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇത് സാധാരണ ഇതുവരെ ഈ ആകാശഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സിക്ക് പുറത്തു നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള അന്യവസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാണിത്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന് വലിയ പ്രശസ്തി കിട്ടിയത് അബി ലോബ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇതിൻ്റെ സ്വഭാവം, ചിത്രങ്ങൾ, അതിൻ്റെ വേഗം, അതായത് വേഗത, ഒരു മോട്ടോർ വാഹനം പോകുന്നത് പോലെ വേഗം കൂട്ടാം, വേഗം കുറയ്ക്കാം, അല്ലേ? മോട്ടോർ വാഹനം അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് വേണം നിർത്താം. ഈ വരുന്ന സാധനത്തിന് ഇടയ്ക്കത് വേഗത കൂട്ടുന്നുണ്ട്, ഇടയ്ക്ക് വേഗത കുറയ്ക്കുന്നുണ്ട്, ചിലപ്പോൾ അത് പോസ് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആസ്ട്രോയിഡ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹമോ വാൽനക്ഷത്രമോ ഒക്കെ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അതിൻ്റെ പ്രവേഗം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് അതൊരു ബഹിരാകാശ വാഹനമായിരിക്കാം എന്നുള്ള ഒരു തിയറി അബി ലോയ്ബ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. പിന്നീട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ആ തിയറിയെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് വളരെ കൗതുകത്തോടെ ഭൂമിയിലെ മനുഷ്യരായ നമ്മുടെ അറിവിൽ അണ്ടർലൈൻഡ് നമ്മൾ മാത്രമേ നമുക്കറിയാവുന്ന സൗരയൂഥത്തിലോ ആകാശഗംഗയിലോ ജീവജാലങ്ങളായിട്ടുള്ളൂ. ബാക്കി ജീവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മറ്റേതെങ്കിലും ഗാലക്സികളിലുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളിലുള്ള ജീവികൾ അവരും മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് തേടി ഇറങ്ങി പുറപ്പെട്ടതാണോ ഈ വാഹനം എന്നറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരവസരം എന്ന് പറയുന്നത്, ഈ സാധനം മാർസിനോട് ഏറ്റവും അടുത്ത് വരുന്നത് ഒക്ടോബർ 3-നായിരുന്നു. ഒക്ടോബർ 3-ന് ചൊവ്വയുടെ ഉപരിതലത്തിൽ അമേരിക്ക ഇറക്കിയിട്ടുള്ള റോവർ, നമ്മൾ ചന്ദ്രനിൽ നമ്മൾ ഇറക്കിയിട്ടോ എന്ന് പറയുന്ന പോലെ അവിടെയുള്ള ആ റോവർ ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കും, ഭൂമിയിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒക്ടോബർ 3-ന് ലോകം മുഴുവൻ കാത്തിരുന്നു. എല്ലാവരും നാസയുടെ സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ നാസയുടെ സൈറ്റിൽ കയറിയിട്ട് എന്തായി ഈ 31 അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ അജ്ഞാത വസ്തു, ഭീമാകാരമായ അജ്ഞാത വസ്തു വേറെ ഗ്രഹത്തിൽ നിന്ന് ആരൊക്കെയോ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് എന്നുപോലും കരുതപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ലോകം മുഴുവൻ നാസയുടെ സൈറ്റിൽ കയറിയപ്പോൾ കണ്ടതെന്നറിയോ? ഞങ്ങളുടെ 5 പൈസയില്ല, ഞങ്ങളുടെ പൂട്ടി. അപ്പോൾ വീണ്ടും ഒരു പരിശോധിച്ച് പറഞ്ഞു, അത് ഞങ്ങൾക്ക് സർക്കാർ കാശൊന്നും തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ കട പൂട്ടിയിരിക്കുന്നു എന്ന് നാസ പബ്ലിഷ് ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് 6-ാം തീയതി സംസാരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം, ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാജ്യം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ തങ്ങളുടെ വരുതിക്ക് നിർത്തുന്ന ഒരു രാജ്യം കഴിഞ്ഞ 6 ദിവസമായി നയാ പൈസ കയ്യിലില്ല എന്ന് പറയുന്ന പഴയ പാട്ടില്ലേ, എന്താ വിഷം വാങ്ങാൻ പോലും നയാ പൈസ കയ്യിലില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അമേരിക്കയിൽ 7.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല സാർ, ഇപ്പം ട്രംപ് പറയുന്നത് കുറേ പേരൊക്കെ പിരിഞ്ഞു പോട്ടെ, ഡിഫറൻറ്റ് റെസിഗ്നേഷൻ എന്നുള്ള നമ്മുടെ VRS പോലത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, നിങ്ങൾ അങ്ങോട്ട് രാജിവെച്ചു പോകും. അങ്ങനെ ട്രംപ് പറയുന്നത് 2.75, അതായത് 2.25 ലക്ഷം ആളുകൾ, അമേരിക്കയിലെ 7 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരിൽ 2.25 ലക്ഷം പേര് രാജിവെച്ച് പോകണം. 2.25 ലക്ഷം പേര് രാജിവെച്ച് പോയാൽ 1.3 ലക്ഷം കോടി, 1.30 ലക്ഷം കോടി ഡോളർ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ ജോലിയൊന്നും ചെയ്യേണ്ട, പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അമേരിക്കയിലോ ക്രൈസിസ് ഉണ്ടായിരിക്കുന്നു. ട്രംപിൻ്റെ പാർട്ടി ഉൾപ്പെടെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഈ ധന ബില്ല് പാസ്സാക്കുന്നില്ല. ഒരു സർക്കാർ പ്രവർത്തിക്കണമെങ്കിൽ മണി ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാറുണ്ട്. ഈ മണി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ നിശ്ചിത കാലയളവിലുള്ള പ്രവർത്തനങ്ങളുള്ള ഫണ്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഫണ്ട് കിട്ടുന്നില്ല. ഫണ്ട് കിട്ടാതെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ശമ്പളമില്ല, പോഷകാഹാര പദ്ധതികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളത് നിർത്തി, നാഷണൽ പാർക്കുകൾ അടയ്ക്കുന്നു,
ചെറുകിട ബിസിനസ് ലോണുകളില്ല, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളില്ല. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹെഡ്സിലുമുള്ള പ്രവർത്തനങ്ങൾ നിന്നിരിക്കുന്നു. ഇപ്പോൾ ഡെമോക്രാറ്റ്സ് പറയുന്നത് ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഈ സർക്കാർ എല്ലാവർക്കും അമേരിക്കയിൽ സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഫണ്ട് തീർന്നു, അത് തീരുവാണ്, അതുകൂടെ പുതുക്കാൻ ട്രംപ് തയ്യാറായാൽ മാത്രമേ ഞങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യത്തുള്ളൂ എന്ന്. അപ്പോൾ ട്രംപിന് സ്വന്തം പാർട്ടിക്കാരുമില്ല, എതിർ പാർട്ടിക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വലിയൊരു ക്രൈസിസിൽ 6 ദിവസമായിട്ട് അമേരിക്ക ഭീകരമായ ക്രൈസിസിലാണ്. അതായത് 2018 ശേഷം 2018 35 ദിവസം ഇങ്ങനെ അമേരിക്ക കടന്നു. അമേരിക്ക രൂപീകൃതമായതിനു ശേഷം 15 തവണ ഇങ്ങനെ ട്രഷറി പൂട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം കാശെടുക്കാൻ ചെല്ലുമ്പോൾ ശമ്പളമില്ല എന്ന് പറഞ്ഞു. ഈ KSRTCയിലെ അവസ്ഥ അറിയാമല്ലോ. KSRTCയിലെ അവസ്ഥ കേരളത്തിൽ മുഴുവൻ ബാധകമായിട്ട് ട്രഷറി പലതവണ കേരളത്തിൽ പൂട്ടിയിട്ടുണ്ട്. ഏതായാലും നാസയെ സംബന്ധിച്ച് ഇങ്ങനൊരു ദുരവസ്ഥ വരുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഈ ട്രഷറി പൂട്ടിയതല്ല. എന്നാൽ പോലും നാസയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാതെയും തരവില്ല. എന്നിട്ട് ഈ 3-ാം തീയതി ഈ ചിത്രമെടുത്ത് ഈ വെബ്സൈറ്റിൽ നാസ പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നാസ ഇത് ചെയ്തില്ല. ഇന്ന് നോക്കുമ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്ക ലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിച്ച് ഒരു റോവർ മാർസിലിറക്കി, അതവിടെ പ്രവർത്തനക്ഷമമാണ്. അത് ചിത്രം എടുക്കുന്നു. ആ ചിത്രം എടുത്തിട്ട് അത് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ട്രാൻസ്മിറ്റ് ചെയ്ത് ഭൂമിയിലെത്തുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതെടുത്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അപ്പം ഇതിന് വലിയ സാമ്പത്തിക ചിലവുണ്ടോ? കാരണം അവിടെ നിന്നുള്ള ഈ റോവർ സിഗ്നൽസ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിഗ്നൽസ് പക്ഷേ ഭൂമിയിലെത്തുമ്പോൾ അതെടുക്കാനും അതെടുത്ത് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനും ആൾ വേണം. ആ സീറ്റിലിരിക്കുന്ന ആൾ വന്നിട്ടില്ല, കാരണം അയാൾക്ക് ശമ്പളമില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ വലിയ ചർച്ചയായി ലോകം മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമേരിക്ക ഒരു ക്ഷീണമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. പക്ഷേ ആ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ആകാംക്ഷ പടർത്തുന്ന ഒരു കാര്യമാണ്. സാധാരണ ഈ ആകാശത്തൂടെ വരുന്ന വാൽ നക്ഷത്രങ്ങൾ കോമറ്റാണ് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ഈ ചിത്രം ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇതിൻ്റെ രൂപം ഒരു സിലിണ്ടറിൻ്റെ രൂപമാണ്. സിലിണ്ടർ അറിയാലോ, സിലിണ്ടർ ടെസ്റ്റ് ട്യൂബ് അല്ലേ, അല്ലെങ്കിൽ റൂൾ തടി. അപ്പോൾ ഇന്ന് വരെ അങ്ങനെ ഒരു രൂപം നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു നിന്ന് സൗരയൂഥത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും ഇത് ഉറപ്പിക്കുകയാണ്, നമ്മളെ കാണാൻ, പ്രകൃതിയെ കാണാൻ, ഇത് കാണുന്ന പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സങ്കല്പമാണ്. ഈ ചുമ്മാ പറയുന്നതാണ്. ഈ വേറെ ഭൂമിക്ക് പുറത്ത് ജീവനൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അമീബ പോലെയോ വല്ലതൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഭൂമിയിൽ പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ ഏക ഛത്രാധിപതി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എത്ര ബാലിശമായ ചിന്തയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഗാലക്സിയിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഗാലക്സിയിൽ ആകാശഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി, നമ്മുടെ തൊട്ടടുത്ത ഗാലക്സിയുടെ പേര് ആൻഡ്രോമീഡ എന്നാണ്. അപ്പോൾ ഈ സൂര്യൻ ആണ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ആൽഫ സെൻറ്റോറി എന്ന് പറയുന്ന നക്ഷത്രമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന ഈ ഗാലക്സിയിൽ ഉള്ള കോടിക്കണക്കിന് സൂര്യന്മാരിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ സൂര്യൻ. സൂര്യനെ പോലെയോ സൂര്യനേക്കാൾ കൂടുതൽ വലുതോ ചെറുതോ സൂര്യന് തുല്യമായിട്ടുള്ളതോ ആയ നക്ഷത്രങ്ങൾ ആകാശഗംഗയിൽ തന്നെ ഒരുപാടുണ്ടാവാം, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങൾ ഇപ്പോൾ 8 അല്ലേ? പ്ലൂട്ടോ ഗ്രഹം അല്ലാണ്ട് മാറി. ഇടയ്ക്ക് പ്ലൂട്ടോ ആവും അല്ല എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്കിപ്പോൾ 9 നവഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പം മാറ്റി. ഏതായാലും ഈ ഗാലക്സിയിൽ ഉള്ള ഒരു ശരാശരി യുവാവായ ഈ ഗാലക്സിയിലെ ഒരു ജൻസിയാണ് സൂര്യൻ. ഇതിന് ഇളമുറക്കാരനായ സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളിൽ മനുഷ്യജീവന്, മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അനുകൂല ഘടകമുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. പക്ഷേ ആകാശഗംഗ ഗാലക്സിയിൽ സൂര്യനെ പോലെ സൂര്യന് തുല്യമായ 100 കണക്കിന് 1000 കണക്കിന് നക്ഷത്രങ്ങൾ വേറെ ഉണ്ടാവാം. അവയെ ചുറ്റി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാവും. അവയിലേതിലെങ്കിലും ഒന്നിൽ ഭൂമിയിലെ പോലെ ഓക്സിജനും വെള്ളവും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നെങ്ങനെ കരുതാൻ പറ്റും? ഇനി അതവിടെ നിൽക്കട്ടെ. ആകാശഗംഗയിലെ ഒരു സൗരയൂഥം അല്ല, 1000 സൗരയൂഥം ഉണ്ടാവാം. പക്ഷേ ആകാശഗംഗ പോലെയുള്ള ഗാലക്സീസ് അത് തന്നെ കോടിക്കണക്കിനുണ്ടെന്നാണ് പറയുന്നത് ലോകത്ത്. മാത്രമല്ല, നമ്മൾ ഈ ശാസ്ത്രം പറയുന്നത് എന്തെന്നറിയോ? നമ്മളൊരു ബലൂൺ എടുക്കുക, ബലൂണിൻ്റെ പുറത്ത് കുറച്ച് കുത്തുകളുണ്ട്, ആ സ്കെച്ച് പെൻ കൊണ്ട് കുറേ കുത്തുകൾ അടുപ്പിച്ചിടുക. എന്നിട്ട് പറഞ്ഞത് ആ ബലൂൺ വീർപ്പിച്ചാൽ എന്ത് പറ്റുന്നറിയോ? ഈ കുത്തുകൾ, ബലൂണിൻ്റെ പുറത്തുള്ള കുത്തുകൾ ബലൂൺ വീർക്കും തോറും
അകന്നകന്നു പോകും. ഇതാണ് ഹബിൾ ടെലസ്കോപ്പൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വേറെ വേറെ ഗാലക്സികൾ, ഈ ഗാലക്സികളെല്ലാം ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകുന്നു അറിയില്ല. അതിന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായത് മഹാസ്ഫോടന സിദ്ധാന്തപ്രകാരമാണ്. ഒരു വലിയ സ്ഫോടനമുണ്ട്. ആദ്യം ഒരു പിണ്ഡം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു മാസാണ് ഉണ്ടായിരുന്നത്. ഈ മാസ് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിയുടെ പ്രവേഗം കൊണ്ട് അത് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതായത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പിണ്ഡം പൊട്ടിത്തെറിച്ച് അതിപ്പോഴും അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഗാലക്സികൾ ഓടി 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 പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാലക്സികൾ അടുക്കുകയല്ല, അകന്നു പോയിക്കൊണ്ടിരിക്കുക. ബിഗ് ബാങ്ങിൻ്റെ ശക്തി കൊണ്ട് അതിപ്പോഴും തെറിച്ചു അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിൽ മനുഷ്യനെ പോലെയോ മനുഷ്യനേക്കാൾ ബുദ്ധി വികാസം വന്ന ജീവജാലങ്ങളുണ്ടാവാം. അവർ നമ്മളെ തേടി വന്നേക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആകാശത്തേക്ക് റേഡിയോ ടെലസ്കോപ്പുകളൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ശബ്ദം അയക്കുന്നുണ്ട്, ഹലോ എന്നും പറഞ്ഞ് അയക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഹലോ ശബ്ദത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിച്ച് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ, സൗരയൂഥത്തിന് പുറത്തോ നമ്മുടെ ഗാലക്സിക്ക് പുറത്തോ അകത്തോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു റിസീവറിൽ അത് സ്വീകരിക്കുകയും അവർ തിരിച്ചൊരു ഹലോ പറയുകയും ചെയ്യുമെന്ന് മനുഷ്യൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്നത് ഈ ബഹിരാകാശ ഗവേഷണ രംഗമാണ്. ഇതിന് ഏറ്റവും നിർണായകമായ സംഭാവന വഹിക്കുന്ന സ്ഥാപനമാണ് നാസ. നാസയെ സംബന്ധിച്ച് നാസയ്ക്ക് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം $24.8 ബില്യൺ ആയിരുന്നു പ്രതിവർഷ സഹായം. അത് 18.8 ബില്യനായിട്ട് ട്രംപ് കട്ട് ചെയ്തു. പിന്നെ ശാസ്ത്ര പ്രൊജക്റ്റുകൾ 33% കുറച്ചു. 47% നാസയുടെ പ്രൊജക്റ്റുകൾ, അതായത് പകുതി പ്രൊജക്റ്റുകളും കട്ട് ചെയ്തു. അതായത് 32%, അതായത് 100-ൽ 32 സ്റ്റാഫിനോടും ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാസ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള ബഹിരാകാശ പഠന ഗവേഷണ കേന്ദ്രം, അല്ലെങ്കിൽ മനുഷ്യനെ വരെ ചന്ദ്രനിൽ എത്തിച്ചു എന്ന് പറയുന്നത് നാസയാണ്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ ചന്ദ്രനിൽ എത്തിച്ചു എന്ന്. ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല, അത് അരിസോണയിൽ എവിടെയോ ഒരു സ്റ്റുഡിയോയിൽ സെറ്റിട്ട് കാണിച്ചതാണ് എന്നൊരു വാദമുണ്ട്. അപ്പോൾ ഏതായാലും നാസ വലിയ പ്രതിസന്ധിയിലാണ്. നാസ പ്രതിസന്ധിയിലാവുമ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ ആകാശത്ത്, നമ്മുടെ സുധാംശു ഒക്കെ പോയിരുന്നു, തിരിച്ചു വന്നു. അമേരിക്കക്കാരവിടെയുണ്ട്. ഇനി കാശില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ഒരു കഥയുണ്ട്, NS മാധവൻ എഴുതിയ ഒരു കഥ, ഹിഗ്വിറ്റ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കഥാസമാഹാരമാണ്. അതിലൊരു കഥ, 4-ാം ലോകം എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതായത് അമേരിക്കയും റഷ്യയും ഒക്കെ ആണല്ലോ സ്പേസിലേക്ക് ആളപ്പെടുന്നത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക്, മിർ എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും റഷ്യക്കാരനെയും വിട്ടു. അവർ അവിടെ പോയി അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പോയി അപ്പം കൊണ്ടുപോയിരിക്കുന്ന റഷ്യൻ റോക്കറ്റിലാണ് കൊണ്ടുപോയത്. അവരിങ്ങനെ ആ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ ഭൂമിക്ക് മുകളിലൂടെ കറക്കും. ഇയാൾ കണ്ണൂർ മാവിലായിക്കാരനാണ്, ഇവിടുന്ന് പോയ സഖാവാണ്, ഇന്ത്യക്കാരൻ. അയാളിങ്ങനെ താഴെ പോകുമ്പോൾ ഇന്ത്യ കാണുമ്പോൾ ഓർക്കുക, അത് ആ കാണുന്ന കുത്തുപോലെ കാണുന്നില്ല, അവിടെ ഇന്ത്യ, കേരളം, താഴെ പാവയ്ക്ക പോലെ കാണുന്ന കേരളം, അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന കണ്ണൂർ, അവിടെ ആയിരിക്കും എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടത്തിൽ റഷ്യക്കാരനുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർ ട്രാൻസ്മിറ്ററിൽ ഒരു വാർത്ത വരുന്നു, ഇവരെ അങ്ങോട്ട് വിട്ടത് സോവിയറ്റ് യൂണിയനാണ്, ഇവരിയ്ക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ മിറിലാണ്. വാർത്ത ഇങ്ങനെയാണ്, സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലാതായി. അപ്പോൾ ഇയാൾ പെട്ടെന്ന്, ദൈവമേ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, ഇനി എന്നെ ആര് തിരിച്ചു കൊണ്ടുപോകും താഴത്തോട്ട്? ശരിയല്ലേ? സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി, ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന കോടിക്കണക്കിന് റൂബിൾ ചെലവുള്ള ദൗത്യമാണ്. സോവിയറ്റ് യൂണിയൻ ഇല്ല. ഇനി ഈ സഖാവിൻ്റെ രാജ്യത്ത് നിന്ന് റോക്കറ്റ് കയറി പോയ സഖാവ് എങ്ങനെ തിരിച്ചു വരും എന്ന് ആശങ്കപ്പെടുന്ന ഒരു കഥയാണ് 4-ാം ലോകം. ആ കഥയാണ് ഇപ്പോൾ ഈ അമേരിക്കയിൽ ഈ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന്, നാസ ഇല്ലെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് ട്രംപിൻ്റെ പ്രാന്ത് അമേരിക്കയെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ആലോചിക്കണം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നാണ് പറയുന്നത്. സാമ്പത്തിക ശേഷിയിലും അമേരിക്ക അതിപ്രബലമാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ കടം എത്രയെന്നറിയോ? $37.47 ട്രില്യൺ. അപ്പോൾ അമേരിക്ക ആരുടെ നിന്ന് കടം മേടിച്ചിരിക്കും? IMF നിന്നോ? IMFും വേൾഡ് ബാങ്കും ഒക്കെ ഉണ്ടാക്കി ലോകത്തിലെ എല്ലാവർക്കും കടം കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ആര് കടം കൊടുക്കും? അമേരിക്ക പിച്ച തണ്ടി മേടിക്കുന്ന കാശ്. അതായത് അമേരിക്കയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് കടം മേടിക്കും, അമേരിക്കയിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് അമേരിക്ക
ദൈനംദിന ചെലവുകൾ ഇപ്പോൾ നടത്തുന്നത്. ചുമ്മാതല്ല, ട്രംപ് എല്ലാവരെയും വരട്ടി നിൻ്റെ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, എനിക്ക് ഗ്രീൻലാൻഡ് വേണം, എനിക്ക് കാനഡ വേണം, എനിക്ക് പനാമ വേണം, എനിക്ക് ഉക്രൈനിലെ ധാതുക്കൾ വേണം, പാകിസ്ഥാനിലെ ധാതുക്കൾ വേണം, അഫ്ഗാനിസ്ഥാനും എനിക്ക് വേണമെന്ന് പറയുന്നു. അവിടെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ട്രംപിൻ്റെ അമേരിക്ക ഒരു ചീട്ട് കൊട്ടാരം പോലെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ ചാട്ടവാറെടുത്ത് താരിഫ് എന്ന പേരിൽ ലോകത്തെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ അവസാനത്തെ അധ്യായമാണ് നാസ അടച്ചുപൂട്ടുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.